ഫൈൻഡിങ് നമ്പർ 1 182 കോടി രൂപ. ഞാൻ ആ കണക്കിൽ നോക്കുമായിരുന്നു. ഇതിലേതെങ്കിലും ഒരു പണം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ബെനിഫിഷ്യറി എന്ന നിലയിലേക്ക് പോയിട്ടുണ്ടോ? ഒരിടത്ത് പോയിട്ടില്ല. ഈ കേസിൽ SFIക്ക് ഏതെങ്കിലും വ്യക്തികളെ പ്രതിയാക്കാൻ കഴിയില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിലത് ഉൾപ്പെടുത്താമായിരുന്നു. ഈ 90 കോടി രൂപ സ്മൂത്തനിങ് ഓഫ് കമ്പനിയുടെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്ത പണം ഫൈൻഡിങ്സ് 1-ലോ ഫൈൻഡിങ് 2-ലോ ഫൈൻഡിങ് 3-ലോ ഇല്ല. അപ്പോൾ 90 കോടി കൊടുത്ത് കമ്പനിയെ നഷ്ടത്തിലാക്കിയ വിഷയം SFIക്ക് ഒരു കേസല്ല. പകരം 2.7 കോടി ഈ വീണ വിജയന് ഈ CMRL സിസ്റ്റർ കൺസേൺ എംപവർ ഇന്ത്യയും CMRLൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് തുകയും കൊടുത്തതാണ് കേസായി മാറുന്നത് എന്നുള്ളതാണ്. നോക്കൂ, 2.7 കോടി രൂപ 90 കോടിയേക്കാൾ വലുതാവുന്ന ഒരു സാഹചര്യമാണ് SFIO സൃഷ്ടിച്ചിരിക്കുന്നത്. 135 കോടി രൂപയുടെ കേസ് അന്വേഷിക്കേണ്ടതില്ലെന്നും 2.7 കോടിയുടെ അന്വേഷണം വേണമെന്നുമുള്ള ഒരു താല്പര്യം. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയണം, ഇത് രാഷ്ട്രീയ ദുരുദ്ദേശമല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? 135 കോടിയുടെ നഷ്ടം കമ്പനിക്ക് വരുത്തിയ വിവിധ ഫണ്ടിങ്ങുകളെ കുറിച്ച് അന്വേഷണം ഇല്ലാതിരിക്കുകയും 2.7 കോടിയുടെ മാത്രം കണക്ക് മാത്രം ഈ SFIയുടെ അന്വേഷണ വിധേയമാവുകയും 95 കോടി അഴിമതിയല്ല. 95 കോടി അഴിമതിയല്ല.